നമസ്കാരം. നമ്മൾ ഫ്രീ ആയിട്ട് എങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് വാട്സപ്പ് നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് SBIയിൽ നിന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതെൻ്റെ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഈ ഓപ്പൺ ചെയ്തതിൽ നിന്ന് നമ്മൾ SBIയുടെ ബാങ്കിങ് നമ്പറുണ്ട്. ഞാൻ ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന നമ്പർ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ചാറ്റ് വരും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഒരു വാട്സപ്പ് ചാറ്റ് ആയിക്കാണ്ട് അതിൽ ജസ്റ്റ് ഹായിന്ന് HI ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് അത് നിന്നിട്ട് അവർ തന്നെ നമുക്ക് ഇങ്ങോട്ട് ചോദിക്കും. നമുക്ക് ഗെറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ്, ഡെബിറ്റ് കാർഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് വരും. അതിൻ്റെ താഴെ അതിൻ്റെ കൂടുതൽ തന്നെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് മോർ സർവീസും കാണും. അതായത് മോർ സർവീസ് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ വീണ്ടും ബാങ്കിങ് സർവീസ് ഓപ്പൺ ചെയ്യുക. കുറച്ച് കാര്യങ്ങളുണ്ടാകും. ബാങ്കിങ് സർവീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇതുപോലൊരു സംഭവം വരും. ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞ് വരും. അതിൽ നിന്ന് ബാങ്കിങ് സർവീസസ് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുക. അന്നേരപ്പോഴത്തേന് അതിൽ നമുക്ക് രണ്ടാമതായിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ചോദിക്കും, കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതിനകത്ത് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണോ ലോൺ അക്കൗണ്ടാണോ എന്നുള്ള ഒരു ചോദിക്കും. നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലായിരിക്കണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേന് നമുക്ക് സെലക്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് വരും. ഇവിടെ ഇതിനകത്ത് 2 അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമലി SBIയുടെ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നുള്ളവരെ സംബന്ധിച്ച് ഒരു അക്കൗണ്ടേ കാണത്തുള്ളൂ. ഇത് ഒന്ന് സാലറി അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടുമായിട്ട് ആയതുകൊണ്ടാണ് 2 അക്കൗണ്ട് കാണിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ അക്കൗണ്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, സെൻഡ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീണ്ടും ഒരു ചോദ്യം വരും, സെലക്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് വരും. നമ്മൾ ആ വീണ്ടും സെലക്ട് ഡ്യൂറേഷനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മളോട് ഡ്യൂറേഷൻ ചോദിക്കും. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. കറണ്ട് മന്ത്, പ്രീവിയസ് 3 മന്ത്സ്, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതായിരിക്കും വരുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് 6 മന്ത്സിൻ്റെ വേണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം ഡേറ്റ് റേഞ്ച് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ 6 മന്ത്സിൻ്റെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചുമ്മാ ചെക്ക് ഏതാണോ അതിൽ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ മന്തിൻ്റെ വരും. ഇപ്പോൾ നമ്മൾ കസ്റ്റം ഡേറ്റ് റേഞ്ച് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. കസ്റ്റം ഡേറ്റ് റേഞ്ച് സെൻഡ് കൊടുക്കുമ്പോൾ ഇതുപോലൊരു വീണ്ടും ചോദിക്കും. അപ്പോൾ അതിനകത്ത് ഡേറ്റ്, മന്ത്, ഇയർ എന്ന് പറയുന്നത്, അതായത് സ്റ്റാർട്ട് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു 6 മാസത്തെ ബാക്കിലേക്കുണ്ട്. ഇനി നമ്മൾ 22-ാം തീയതിയാണ് നമ്മൾ നോക്കുന്നത്. 22 ഏപ്രിലാണ്. നമ്മളൊരു 6 മാസത്തെ നമുക്ക് ഏത് ഡേറ്റ് മുതലാണ് വേണ്ടതെന്നുള്ളത് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഫോർമാറ്റിൽ അടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു ഒക്ടോബർ 1 മുതലാണ് കൊടുക്കുന്നത്. അതായത് 1/10/2025 എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇനിയിപ്പം അവർ നെക്സ്റ്റ് ചോദിക്കുന്നത് എൻഡ് ഡേറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ഡേറ്റ് അങ്ങ് കൊടുക്കുവാണ്. ഇന്ന് 22 ഏപ്രിലാണ്. 22/04/2026. അതായത് ഇന്നത്തെ വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് വേണ്ടതെന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ഒരു പാസ്വേഡിൻ്റെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഇത് അറ്റാച്ച് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള പാസ്വേഡ് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. 5 ഡിജിറ്റ് ഓഫ് യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതായത് ലാസ്റ്റ് 5 ഡിജിറ്റ് ഓഫ് യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഫോളോഡ് ബൈ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. ആദ്യം 5 ഡിജിറ്റ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 5 അക്കവും അതിന് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഫോർമാറ്റിലായിരിക്കും വരുന്നത്. നമുക്ക് ലൈക്ക് ടു ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ ഡിഫറെൻറ്റ് അക്കൗണ്ടിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഓൾറെഡി ഒരു ഡൗൺലോഡിൻ്റെ ബട്ടൺ ഉണ്ട്. നമ്മൾ ഡൗൺലോഡ് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കും. ജസ്റ്റ് ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് അതിനൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും. എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. പാസ്വേഡ് എന്താണെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഡൗൺലോഡ് ആയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 5 ഡിജിറ്റ് ഓഫ് യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഫോളോഡ് ബൈ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരിക്കും ചെയ്യേണ്ടത്. ഉദാഹരണം പക്ഷേ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ ഡേറ്റ് ഫുള്ളായിട്ട് ഇപ്പം 1997 ആയിരിക്കില്ല എഴുതേണ്ടത്. 97 മാത്രമായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം നമ്മുടെ ലാസ്റ്റ് 5 ഡിജിറ്റ് 1 2 3 4 5 ഡേറ്റ് ഓഫ് ബർത്ത് 1 ഒക്ടോബർ 1997 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് 5 ഡിജിറ്റായിട്ട് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും 1 2 3 4 5
പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡേറ്റ് ഇപ്പോൾ ഒന്നാണെങ്കിൽ 01 ഒക്ടോബർ ആണെങ്കിൽ 10, പിന്നെ 97 ആണെങ്കിൽ വെറും 97 എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാനിന്ന് ടൈപ്പ് ചെയ്ത് കൂടെ കാണിക്കാവേ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ നമുക്കൊരു പാസ്വേഡ് ആയിരിക്കും, ഇങ്ങനെ ഒരു പാസ്വേഡ് എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ അതിലേക്ക് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പാസ്വേഡ് ഞാനങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാകും. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് SBI ഇപ്പം നിങ്ങളിപ്പം വേറെ രാജ്യത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിം വർക്ക് ഉണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും, അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡൊക്കെ ചില ആളുകൾക്കൊക്കെ മറന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെല്ലാം നമുക്ക് സിമ്പിളായിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഒരു വാട്സപ്പ് ത്രൂ നമുക്ക് ഇപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം SBI ചെയ്തു തരുന്നുണ്ട്. എല്ലാവരും ഇത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. താങ്ക് യു.